പ്രിയമുള്ള പ്രേക്ഷകരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ശുക്രൻ്റെ നീചരാശിയിലേക്കുള്ള വരവും അത് ഏതെല്ലാം രീതിയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും സവിസ്തരം ഒരു വീഡിയോയിലൂടെ പ്രസ്താവിച്ചിരുന്നു. ആഗസ്റ്റ് 24-നാണ് ശുക്രൻ തൻ്റെ നീചരാശിയായ കന്നിയിൽ പ്രവേശിച്ചത്. സെപ്റ്റംബർ 18 വരെ, ഉദ്ദേശം 24 ദിവസം ശുക്രന് നീചസ്ഥിതിയും അതിനീചസ്ഥിതിയും ഒക്കെ വന്നുകൊണ്ടിരിക്കും. വളരെ ദുർബലമാണ് ശുക്രൻ. ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചു ശുക്രനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്. ശുക്രേ അനിഷ്ടസ്ഥിതേ സ്ത്രീജനകത വസനാപായ ലക്ഷ്മീ വിയോഗാഹ ശോകസ്നേഹാത് നിഷാദ ക്ഷിതിപതി സജീവദ്വേഷ ഗോരൂപ്യനാശ. ശുക്രൻ അനിഷ്ടസ്ഥനായി വരുമ്പോൾ സ്ത്രീകൾക്ക് രോഗവും സ്ത്രീകളും വസ്ത്രങ്ങളും കാരണം അപായങ്ങളും കലഹങ്ങളും അതുമൂലം ലക്ഷ്മി സമ്പത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയും സ്നേഹത്തിലൂടെ ദുഃഖം വരികയും നിഷാദ ക്ഷിതിപതി രാജകോപം നിഷാദന്മാർ എന്നൊക്കെ ഇന്ന് പറയുമ്പോൾ അനാവശ്യമായി വലിഞ്ഞു കയറി വരുന്നവർ, നമ്മെ ആക്രമിക്കാനായി ഒരുമ്പെടുന്നവർ, അവരൊക്കെയാണെന്ന് നിഷാദന്മാരെന്നൊക്കെ പറയുക. ഗോരൂപ്യനാശ, നാൽക്കാലികളും വാഹനങ്ങളും രൂപയും നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഇവിടെ വളരെ സമർത്ഥമായി തന്നെ ഫലദീപികയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ നാം ഈ ഒരു വിഷയമയുടെ അവതരിപ്പിക്കുമ്പോൾ കൂട്ടി വായിക്കുന്നത് ഓഗസ്റ്റ് 19-നായിരുന്നു സത്യസന്ധയായ റിട്ടയേർഡ് ജഡ്ജ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാർ മേശപ്പുറത്ത് വെച്ചത്. ആ കമ്മിറ്റിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അഭിനേത്രി ശാരദയും റിട്ടയേർഡ് IAS ഓഫീസർ KB വത്സലകുമാരിയുമായിരുന്നു ഉണ്ടായിരുന്നത്. 19-ാം തീയതി ശാന്തമായിരുന്നു. 24-ാം തീയതി ശുക്രൻ്റെ നീചസ്ഥിതി വരുമ്പോഴേക്കും ഈ പ്രശ്നം അത്യന്തം സങ്കീർണമായി കഴിഞ്ഞു. ഞാനന്ന് പ്രത്യേകിച്ച് പ്രസ്താവിച്ചു, ഇത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുക മേടം, തുലാം, കുംഭം, മീനം രാശികൾക്കാണെന്ന്. കാരണം ശുക്രൻ നീചസ്ഥനായി നിൽക്കുമ്പോൾ ഏത് ഭാവങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക? ജ്യോതിഷത്തിൽ ഏറ്റവും അനർത്ഥമായ ഭാവമാകുന്നു 8, 12, 6 ഭാവങ്ങൾ. കുംഭം രാശിയുടെ അഷ്ടമഭാവമാകുന്നു ഏറ്റവും ദുർബലമായ ഭാവം. പിന്നീട് ഏറ്റവും ദുർബലമായ ഭാവം മേടം രാശിയാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ദുർബലമായ ഭാവം തുലാം രാശിയാകുന്നു. അതേ രീതിയിൽ മീനം രാശിയും. എന്താണ് മീനം രാശിക്ക് ഇത്ര പ്രത്യേകത? മീനം രാശിക്ക് ശുക്രൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഭാര്യയെപ്പറ്റി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ സ്ത്രീയെപ്പറ്റി ചിന്തിക്കേണ്ട ഭാവമാകുന്നു 7-ാം ഭാവം. അങ്ങനെ മീനം രാശിക്കാർക്ക് ഈ ശുക്രനും വളരെ ദോഷകാരകനാകുന്നു. ഇന്ന് വിവാദത്തിൽ അകപ്പെട്ട വ്യക്തികൾക്കെല്ലാം തന്നെ നാം അറിയേണ്ടതുണ്ട് അവരുടെ നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ്. ഇന്ന് ഏറ്റവും അധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അപമാനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന രഞ്ജിത്തിൻ്റെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം ചതയ നക്ഷത്രമാകുന്നു, കുംഭം രാശിയാകുന്നു. അദ്ദേഹത്തിൻ്റെ അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അപമാനം സഹിക്കുന്നത് രഞ്ജിത്താകുന്നു. ഞാൻ പറഞ്ഞു, ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വസ്ത്രം കാരണം, സ്ത്രീകൾ കാരണം സമ്പത്ത് നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. വസ്ത്രം ആഡംബരം മാത്രമല്ല, വസ്ത്രം അധികാരത്തിൻ്റെ ചിഹ്നമാകുന്നു. അതുകൊണ്ടാണ് മേയറുടെ കോട്ടിനാണ് വില. ആ കോട്ട് അധികാരമാണ്. മിസ്റ്റർ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രം അത് അലങ്കാരമല്ല, ഒരു അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു. അത് അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ലക്ഷ്മി വിയോഗ, സമ്പത്ത് നശിച്ചു പോകും. ഒരു വിദ്വാൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? തൻ്റെ അറിവാണ്. ആ അറിവിനെ എപ്രകാരം തനിക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അവിടെയാണ് സംവിധായകൻ്റെ ധർമ്മം. അങ്ങനെ നാളെ ഒരു പ്രതീക്ഷയുള്ള ഒരു സംവിധായകനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. സ്ഥാനഭ്രഷ്ടാന്ത ശോഭന്തേ ദന്താകേശ നഖ നരാഹ എന്നൊരു പ്രമാണമുണ്ട്. സ്ഥാനചലനം നഷ്ടപ്പെട്ട മനുഷ്യൻ, നഖങ്ങൾ, പല്ല്, ഇതൊക്കെ പിന്നെ ശോഭിക്കുകയില്ല. ഉദാഹരണമായി നിങ്ങൾ ദിലീപിൻ്റെ കാര്യം എടുക്കൂ. അദ്ദേഹം
യുവതിയുടെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസ് കാരണം അതിനുശേഷം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു സുഗമമായ പ്രവേശനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ രഞ്ജിത്തിൻ്റെ സ്ഥിതിയും അങ്ങേയറ്റം കാഠിന്യമുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുക. ദ സോർഡ് ഓഫ് ഡെമോക്ലസിസ് എന്നൊരു പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഡെമോക്ലസിസിൻ്റെ വാളുപോലെ അതിങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ച് കുലുക്കുകയാണ്. ആർക്കും പ്രയാസങ്ങൾ നേരിടാം, ചിലർ രക്ഷപ്പെടും. അടുത്തതായി സ്ഥാനം നഷ്ടപ്പെട്ട മറ്റൊരു മഹാപ്രതിഭ നമ്മുടെ സിദ്ദിഖാണ്. അദ്ദേഹം ചോദ്യ നക്ഷത്രമാണ്. അദ്ദേഹത്തിന് ശുക്രൻ ഏറ്റവും പിഴച്ച 12ാം ഭാവത്തിൽ നിൽക്കുന്നു. സ്ത്രീകളെ കൊണ്ട് അപകടമുണ്ടായി കഴിഞ്ഞു. ഇതേ ചോദ്യ നക്ഷത്രമാണ് ശ്രീമാൻ മധുവിനും ശ്രീ സുരേഷ് ഗോപിക്കുമൊക്കെ തന്നെ. അവിടെ സുരേഷ് ഗോപിക്കും ഈ ഒരു കാലം പല രീതിയിലുള്ള അപഖ്യാതികളൊക്കെ കേൾക്കേണ്ട സമയമാകുന്നു. ഒരു സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് തന്നെ വലിച്ചിഴക്കപ്പെട്ടത് നിങ്ങളിവിടെ ചേർത്ത് വായിക്കണം. ഈ പ്രായത്തിൽ 90 കഴിഞ്ഞിരിക്കുന്ന മധുവിന് ഈ സമയത്ത് ഒരു പക്ഷേ അനാരോഗ്യമാകാം അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിന് മൂത്രസംബന്ധമായ രോഗങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾ വന്ന് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട ദിവസങ്ങളാകുന്നു ഈ 24 ദിവസങ്ങൾ. പിന്നീട് ഏറ്റവും അധികം പ്രയാസങ്ങൾ നേരിട്ടത് അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനാണ്. ഇടവേള ബാബുവിൻ്റെ നക്ഷത്രവും അശ്വതിയാകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അശ്വതിക്ക് ശുക്രൻ ഏറ്റവും ദുർബലമായ 6ാം ഭാവത്തിൽ നിൽക്കുന്നു. പിന്നീട് പേര് വലിച്ചിഴക്കപ്പെടുന്ന മറ്റൊരു വ്യക്തി മുകേഷാണ്. മുകേഷിൻ്റെ നക്ഷത്രം രേവതിയുടെ അവസാന ഭാഗമാകാം, അല്ലെങ്കിൽ അശ്വതിയാകാം. രണ്ടായാലും മുകേഷിന് ഈ സമയം വളരെ ദോഷമാണ്. മുകേഷിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റുണ്ടാകും. അദ്ദേഹം അശ്വതി നക്ഷത്രമാണെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം അങ്ങേയറ്റം നേരിടേണ്ടി വരുന്ന സമയമാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹം സഞ്ചരിക്കുന്ന സ്ഥലത്തുമൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടിയും പ്രതിഷേധവുമായി അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അത് രേവതി നക്ഷത്രമായാലും ഞാൻ സൂചിപ്പിച്ചു, ഇതേ ഒരു അവസ്ഥ സംജാതമാകുന്നതാണ്. ഇത് നമുക്ക് നക്ഷത്രം അറിഞ്ഞ് ബുദ്ധിമുട്ടുന്നവർ, ഇനി നക്ഷത്രങ്ങളാൽ ബുദ്ധിമുട്ടാൻ പോകുന്ന ഒരു ഡെമോക്ലസിസിൻ്റെ വാള് പോലെ അപവാദങ്ങളെ, ഒരുപക്ഷെ അപമാനങ്ങളെ നേരിടാൻ പോകുന്ന വ്യക്തികളിൽ രേവതി നക്ഷത്രജാതനായ മോഹൻലാൽ ഉണ്ടാകാം, ഗായകനായ MG ശ്രീകുമാർ ഉണ്ടാകാം, വിശാഖം നക്ഷത്രം തുലാൻ രാശിയിലുള്ള മമ്മൂട്ടി ഉണ്ടാകാം. ഏതെല്ലാം രീതിയിലാണ് ഇതിൻ്റെ അലയൊലികൾ സംഭവിക്കുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഭൗതിക സുഖത്തിൻ്റെ കാരകനായ ശുക്രൻ ഭൗതിക സുഖം അനുഭവിച്ച വ്യക്തികളുടെ സുഖഭോഗങ്ങളെ തച്ചുടക്കുകയാണിപ്പോൾ ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടുകൾ വരും. കുടുംബ പശ്ചാത്തലം മുഴുവൻ നശിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടുന്ന അവസ്ഥ വരും. ഇപ്രകാരം തന്നെ പ്രയാസങ്ങളും അപമാനങ്ങളും നേരിടേണ്ടി വരുന്ന മറ്റൊരു വ്യക്തിയായിരിക്കും ജയസൂര്യയും. പൂയം അഥവാ ആയില്യം നക്ഷത്ര ജാതനാണ് ജയസൂര്യ. കർക്കിടക രാശിയാണ്. കർക്കിടകം രാശിക്കാർക്കും സ്ത്രീകൾ കാരണം അപമാനമുണ്ടാകും എന്നൊരു പ്രത്യേക ഫലമുണ്ട്. കാരണം ശുക്രൻ 3ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു. മേൽ നാം സൂചിപ്പിച്ച വിവരിച്ച വ്യക്തികളൊക്കെ തന്നെ അവരുടെ നക്ഷത്രപ്രകാരം രാശിപ്രകാരം ഈ അപഖ്യാതികൾ കേൾക്കേണ്ടുന്ന സമയം തന്നെയാകുന്നു. എത്ര വരെ ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകും എന്ന് നാം അറിയണം. ഞാൻ സൂചിപ്പിച്ചു, നിഷാദന്മാരുടെ, കാട്ടാളന്മാരുടെ, കാട്ടാളക്കൂട്ടങ്ങളുടെ ഉപദ്രവമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇവിടെ പലപ്പോഴും ഒരു ധർമ്മം ഏറ്റെടുക്കുന്നു. പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു രാക്ഷസീയ ഭാവം പൂണ്ടി നിൽക്കുന്നു. പലപ്പോഴും മഞ്ഞപ്പത്രക്കാരും ചാനലുകളും യൂട്യൂബേഴ്സൊക്കെ തന്നെ അവരൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ സമൂഹത്തിനവർ സത്യം തുറന്നു കാണിക്കുന്ന ധർമ്മമാണവർ പറയുന്നത്. പക്ഷേ അതിലൂടെ നേരിടേണ്ടി വരുന്ന അപമാനങ്ങൾ, തകർന്നു പോകുന്ന ഫാമിലി ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ ഉണ്ടാക്കുന്ന അസ്വസ്ഥത എപ്പോഴാണ് ഒരു പര്യവസാനം ഉണ്ടാവുക? ഞാൻ പറയും സെപ്റ്റംബർ 18 വരെ ഇത് പിടിച്ചു കുലുക്കും സിനിമ ഇൻഡസ്ട്രിയെ, കേരളത്തിനെ, കുടുംബ ബന്ധങ്ങളെ. അത് കഴിയുമ്പോഴേക്കും മറ്റ് വലിയ വിഷയം വരും. ജനങ്ങളിത് മറക്കാൻ തുടങ്ങും. വീണ്ടും യഥാക്രമത്തിൽ ചക്രം ചലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട അപമാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന സിനിമാ സുഹൃത്തുക്കളും
അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള വ്യക്തികളും, പലർക്കും ഇത് പല രീതിയിലും വരാം. പല പീഡന കഥകളും എനിക്ക് കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് സിനിമാ മേഖലയിൽ മാത്രമാവണമെന്നില്ല. പൊതുരംഗത്തും രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ, ബിസിനസ് ലോകത്തിലും ഒക്കെ തന്നെ നാം ഇത് കേൾക്കേണ്ടി വരും 24 ദിവസം സെപ്റ്റംബർ 18 വരെ. അതിനാൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ, വെള്ളിയാഴ്ചകളിൽ നന്നായി ശുക്രനെ ഭജിക്കുക. ഓം ശുക്രായ നമഃ എന്ന മന്ത്രം ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ ശത്രുമുട്ട്, കർമ്മമുട്ട്, ദേഹമുട്ട് ചെയ്യുക. അങ്ങനെ ഈ ദോഷങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക. വിവാദങ്ങളിൽ പെട്ടാലും പലരും ഇതിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയും ചെയ്യും. ഉദാഹരണമായി ഈ സ്ത്രീ സംഘടനയുമായി ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിത്വമാകുന്നു മഞ്ജു വാര്യർ. ഇന്ന് അവരും ധാരാളം പഴി കേൾക്കുന്നുണ്ട്. പക്ഷേ അവർ തൃക്കേട്ട നക്ഷത്രമാണ്. അവർക്ക് 11-ലാണ് ശുക്രൻ. അവർക്ക് രക്ഷപ്പെടാം. അതേ രീതിയിൽ അമ്മയുടെ പ്രധാന ഭാരവാഹിയായ ചേർത്തല ജയൻ, അദ്ദേഹം പൂരാട നക്ഷത്രമാണ്. അദ്ദേഹത്തെ ഇത് ബാധിക്കില്ല. പൃഥ്വിരാജ് ഒരു അപവാദത്തിൽ പെടില്ല. അത്തം നക്ഷത്രമാണ്. ഭാഗ്യാധിപനായി നീചസ്ഥനാണെങ്കിലും കന്നിരാശിയിൽ ശുക്രൻ നിൽക്കുന്നു. അദ്ദേഹത്തെ ഇത് ബാധിക്കില്ല. ഈ വിവാദങ്ങൾക്കെല്ലാം വെടിമരുന്നിട്ട ദിലീപ് ഉത്രാട നക്ഷത്രമാണ്. അദ്ദേഹത്തെ ഈ ഒരു വിഷയം ബാധിക്കില്ല. കാവ്യമാധവൻ തിരുവാതിര നക്ഷത്രമാണ്. ഈ ഒരു വിഷയം അവരെയും ബാധിക്കില്ല. അശ്വതി ഭരണി കാർത്തിക മേടൻ രാശിക്കാരായ വ്യക്തികളും, പുണർദംപൂയ മായില്യം കർക്കിടകൻ രാശിക്കാരായ വ്യക്തികളും, ചിത്രജ്യോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാം രാശിക്കാരും, അവിട്ടം അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി അവസാനത്തെ 45 നാഴിക വരുന്ന കുംഭം രാശിക്കാരും, പുരൂരുട്ടാതി അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി 20 നക്ഷത്രങ്ങൾ വരുന്ന മീനൻ രാശിക്കാരും ജാഗ്രതേ. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭമെന്ന ആ സരസമായ കവിയുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.